അനു എണീക്ക്. കുഞ്ഞു കരയുന്നു. പനി കൂടിയെന്ന് തോന്നണേ. എണീറ്റ് അവന് മരുന്ന് കൊടുക്ക്. മോനിപ്പോ കരഞ്ഞു? കരഞ്ഞിരുന്നു. നീ എണീറ്റപ്പോ നിർത്തിയതാവും. എന്താ പറ്റി രാജുവേട്ടന്? മോൻ മരിച്ചുവെന്ന് ഡോക്ടറോട് ചോദിക്കുക, കരയാത്ത മോൻ്റെ കരച്ചിലേക്ക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരു മോനല്ലേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഇന്നലെ പരിചയപ്പെട്ടതല്ല. സംസാരത്തിലോ നോട്ടത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോലും നമുക്ക് രണ്ടാൾക്കും മനസ്സിലാവും. നമുക്ക് മോൻ ജനിച്ച മുതൽ ഞാൻ ശ്രദ്ധിക്കുക, രാജുവേട്ടന് എന്തോ ഒരു വല്ലാത്ത മാറ്റം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. ഇനി ഇത് ഒറ്റയ്ക്ക് മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സത്യം ഞാൻ മറച്ചു വെച്ചു. നീ അന്ന് 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു, ഇരട്ട കുട്ടികളെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്തത് തെറ്റാ. ഒരു നിലയ്ക്ക് നോക്കിയ വലിയൊരു ത്യാഗവും. അന്ന് നിന്റെ കൂടെ ലേബർ റൂമിലുണ്ടായിരുന്ന സ്ത്രീയില്ലേ, അവരുടെ 4ാമത്തെ കുഞ്ഞും പ്രസവത്തിൽ നഷ്ടപ്പെട്ടു. അതറിഞ്ഞ ഒരുപക്ഷെ അവർ മരിച്ചു പോവും. അതല്ലെങ്കിൽ ഒരു ഭ്രാന്തിയായിട്ട് മാറും. ആകെ തകർന്ന മനുഷ്യൻ, അവരുടെ ഭർത്താവ് എന്റെ മുന്നിലിരുന്ന് കരഞ്ഞു ഡോക്ടറിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഭ്രാന്തിയിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തു. അവര് പ്രസവിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആ കുഞ്ഞ് നമ്മുടെ മോന. നിങ്ങൾ എന്റെ കുഞ്ഞ് വിറ്റു. അനോ, മനസ്സിലായി. അന്ന് ഹോസ്പിറ്റൽ ബില്ല് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ രാജുവേട്ടൻ മാറി. സ്കൂട്ടർ കിട്ടിയത് 699 രൂപയ്ക്കാണെന്ന് കള്ളം പറഞ്ഞു. എല്ലാം എൻ്റെ കുഞ്ഞ് വിറ്റിട്ടാണ്. അങ്ങനെ പറയരുതനോ. ഞാൻ കാണിച്ച മനുഷ്യത്വമാണ്. അല്ല, മനുഷ്യത്വം തീരെയില്ലാത്തവരാണ് നിങ്ങൾ. ഒരമ്മയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്. എല്ലാം വിട്ട് നിങ്ങളോടൊപ്പം ഇറങ്ങിയോളല്ലേ ഞാൻ. എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരെക്കാളും വലുത് നിങ്ങളാണെന്ന് തെളിയിച്ചോളല്ലേ ഞാൻ. എൻ്റെ വിശ്വാസം, സ്നേഹം എല്ലാം ഈ നിമിഷം നഷ്ടപ്പെട്ടു. വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. അനു, 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 നമ്മുടെ മോനെ കിട്ടി. അനു, 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 നമ്മുടെ മോൻ. നമ്മുടെ മോൻ നോക്ക്, കണ്ടോ? അനു, നമ്മുടെ മോൻ. അമ്മ, അമ്മ, കുട്ടിയെ മോൻ കൊണ്ടുപോകും. എന്റെ തെറ്റുകൾക്കൊന്നും മാപ്പില്ലെന്നറിയാം. സ്വാർത്ഥത കൊണ്ട് കണ്ണ് കാണാതായിപ്പോയി. ഈ 7-8 മാസം എന്റെ ഭാര്യയ്ക്ക് അവൾ അർഹിക്കാത്ത സന്തോഷം കിട്ടി. അത് മതി. മറ്റുള്ളവരിൽ നിന്നും തട്ടിയെടുത്ത സൗഭാഗ്യം കൊണ്ടല്ല നാം സന്തോഷിക്കേണ്ടത്. വേഷം കെട്ടി അച്ഛനമ്മമാരുടെ കൂടെ അല്ല അവൻ വളരേണ്ടത്. ഇവിടെയാണ്, ഈ വീട്ടിലും മുറ്റത്തുമാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് അവനെ പറിച്ചു തരാൻ എനിക്ക് വിഷമമുണ്ട്. ഉച്ച കഴിയുമ്പോൾ മോൻ ഉറങ്ങും. ആ നേരത്ത് അവളൊന്ന് മയങ്ങും. അപ്പൊ വന്നാ മോനെ കൊണ്ടുവരാം. ഉറങ്ങില്ലേ? കിടന്നു നോക്കി, എന്തോ ഉറക്കം വരുന്നില്ല. ഉറങ്ങിക്കോ. പതിവ് തെറ്റിച്ച് നീ തലവേദനയൊന്നും വരുത്തണ്ട. ഞാൻ പകലുറങ്ങുന്നതിനെ കളിയാക്കുന്ന ആളാണോ ഈ പറയുന്നത്? അതല്ല, ദേവി എന്നിരുന്ന് ഉറങ്ങും. ഉറങ്ങാൻ തോന്നണ്ടേ?
ആരാ ഇത്? ഇതെങ്ങനെ വീട് കണ്ടുപിടിച്ചു? വരൂ, ഇങ്ങോട്ട് വന്നിരിക്കൂ. ഒറ്റയ്ക്കേ ഉള്ളൂ? മോനെ കൊണ്ടുവന്നില്ലേ? അല്ല, ഞാനിത് വഴി പോയപ്പോ. നന്നായി, ഞാൻ ഇന്നും കൂടി ഓർത്തതേ ഉള്ളൂ. ആ, ഇവിടെ ഉണ്ടായ കാര്യമല്ലോ അറിഞ്ഞോ? ഇതിപ്പോ എന്റെ 2ാമത്തെ ജന്മമാണ് അനുപമ. മരിച്ചിട്ട് ജീവിച്ചു എന്ന് പറയാം. ഒരു ഭ്രാന്തൻ ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ദുഷ്ടന്മാരില്ലേ, അങ്ങനെ ഒരുത്തൻ ഇവനെ എന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് എടുത്തോണ്ട് പോയി. ദൈവമാണ് തിരിച്ചുകൊണ്ട് ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ അനുപമ എന്നെ ഇങ്ങനെ കാണില്ലായിരുന്നു. എത്ര കാലത്തെ വഴിപാടിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഇവനെന്നറിയോ? ഒരാള് വീട്ടിൽ വന്ന ഇങ്ങനെയാണോ ദേവി? കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാതെ? അയ്യോ, ഞാനതങ്ങ് മറന്നു. വേണേട്ടൻ എപ്പോഴും പറയും മോനുണ്ടായ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന്. നമ്മൾ അമ്മമാർക്കല്ലേ അതറിയൂ, അല്ലേ അനുപമേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. കൊണ്ടുപോയിക്കോളൂ. അനുപമ എവിടെ?